അമ്മേ ശരണം, ദേവീ ശരണം, ആറ്റുകാൽ അമ്മേ ശരണം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഭിഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിയുമായ നമ്മുടെ സ്വന്തം ആറ്റുകാൽ അമ്മയുടെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം ഇങ്ങെത്തിയിരിക്കുകയാണ്. അതായത് മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ചവർ ഉറപ്പായിട്ടും ഇടുക തന്നെ വേണം. ഈ നാളുകാർ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയിട്ടാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത്. ഭഗവതി ഇവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റു നാളുകാർ ഇടണ്ട എന്നല്ല, ആരിട്ടാലും ഫലം തന്നെയാണ്. പക്ഷേ ഈ നാളുകാർ ഒരു കാരണവശാലും മുടക്കരുത് എന്നുള്ളതാണ്. ഭഗവതി ഇവരെ കാത്തിരിക്കുക തന്നെയാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾക്ക് പൊങ്കാലയിടാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ഇന്നുവരെ ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ വർഷം തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ നാളുകാർ പൊങ്കാല ഇടുക തന്നെ വേണം. ഇത് ഭഗവതിയുടെ അരുൾപ്പാടായിട്ട് ഞാൻ ഈ പറയുന്നതിനെ കണക്കാക്കുക. ഈ നാളുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാളുകാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് ഈ വർഷത്തെ പൊങ്കാല ഇടിയിക്കണം. അമ്മ ഇവരുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹിച്ച് നൽകുന്നതാണ്. എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അത് തീർത്തു തരികയും എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം സാക്ഷാത്കരിച്ച് തരികയും ചെയ്യുന്നതാണ്. ഇവരോടൊപ്പം ഭഗവതി തീർച്ചയായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ പൊങ്കാല സമർപ്പണത്തിലൂടെ ഇവർക്ക് വരാൻ പോകുന്നത്. ഏറ്റവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇത് പറയുന്നത് വെറും വാക്കല്ല. ഈ നാളുകളിൽ ജനിച്ചവരെ ഞാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞു തരാം. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ ഒരു നിമിത്തവും ഒരു കാരണവശാലും ഇവർ പൊങ്കാല ഇടാതെ ഇരിക്കരുത്. തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇട്ടാലും മതിയാകും എന്നുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവതിയുടേതാണ്. നിങ്ങൾ ഈ മണ്ണ് മുഴുവൻ ഭഗവതിയുടേതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തിട്ടാലും പൊങ്കാല ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന്റെ തുല്യ ഫലം തന്നെയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, പൊങ്കാല ഇടാൻ പോകുന്ന എല്ലാവരും അല്ലെങ്കിൽ വീട്ടിൽ പൊങ്കാല ഇടുന്ന എല്ലാവരും പൊങ്കാല എന്ന് പറയുന്ന സങ്കല്പം മനസ്സിലാക്കി വേണം പൊങ്കാല ഇടാൻ. എങ്കിലേ ആ പൊങ്കാലയ്ക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണ് പൊങ്കാല എന്ന് പറയുന്ന സങ്കല്പം? പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അതായത് നമ്മൾ പൊങ്കാലയ്ക്ക് മൺകലമല്ലേ ഉപയോഗിക്കുന്നത്. മൺകലം ഉപയോഗിക്കണമെന്ന് നിർബന്ധം തന്നെ ഉണ്ട്. അതുകൊണ്ട് മൺകലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളായ ഭൂമിയെ ആണ് പ്രതിനിധീകരിക്കുന്നത്. അരി, ജലം എന്നിവ പ്രതിനിധാനം ചെയ്യുന്നത് ആകാശം, വായു, ജലം എന്നീ പഞ്ചഭൂതങ്ങളെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ അടുപ്പിലേക്ക് പകരുന്ന തീ ഉണ്ടല്ലോ, അത് അഗ്നിയെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി ഇതെല്ലാം ചേർന്ന് സമന്വയിക്കുന്ന ഒരു സ്ഥാനമാണ് പൊങ്കാല എന്ന് പറയുന്നത്. അങ്ങനെ പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിച്ച് നമ്മുടെ മനസ്സാകുന്ന പൊങ്കാല തിളച്ചു തൂകി അതിലുള്ള അഹന്തയും അഹങ്കാരവും ദുർവിചാരവും ഒക്കെ പുറത്തുപോയി ഭഗവതിയുടെ ആറ്റുകാൽ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നമ്മുടെ മനസ്സിനുള്ളിൽ നിറയുന്ന ആ ഒരു ദിനമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ദിവസം. അപ്പോൾ ഇനി എല്ലാവരും പൊങ്കാലയിടുമ്പോൾ മനസ്സിൽ ഈ സങ്കല്പം വെച്ചു വേണം പൊങ്കാലയിടാൻ. അതായത് നിങ്ങൾ പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിച്ച് അഗ്നി പകരുന്നതോടുകൂടി പഞ്ചഭൂതങ്ങൾ സമന്വയിച്ച് ഈ പൊങ്കാല തിളച്ചു തൂകി എല്ലാത്തരം ദുഃഖ ദുരിത ദുഷ്ടതകളും വെളിയിൽ പോയി ഭഗവതിയുടെ അനുഗ്രഹം നിറയുന്ന മുഹൂർത്തമാണ് പൊങ്കാല എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏത് നാളുകാരായാലും പൊങ്കാല ഇടാൻ എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീയും പൊങ്കാല ഇടാൻ എന്ന് പറയുന്നത് ഇത് മനസ്സിൽ വെച്ച് ഈ വർഷം പൊങ്കാല ഇട്ടു നോക്കിക്കോളൂ.
നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു മാറ്റം, അതിൻ്റെതായ ഒരു അനുഗ്രഹ വ്യത്യാസം നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുന്നതാണ്. ഇത് അറിഞ്ഞിരുന്നു വേണം പൊങ്കാല ഇടാനായി പോകേണ്ടത്. ഞാൻ ചില നക്ഷത്രക്കാരെ ഇവിടെ പറയാം. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരോട് പൊങ്കാല ഇടാൻ പറയണം. ഒന്നുമില്ല, തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അടുപ്പ് കൂട്ടി ആ ടിവിയിൽ ആ മുഹൂർത്തം നോക്കി അങ്ങ് പൊങ്കാല ഇട്ടാൽ മതിയാകും. തിരക്കുകൾ ഒഴിവാക്കി വെച്ച് ആ ഒരു ദിവസം മാത്രം വീട്ടിൽ പൊങ്കാല ഇട്ടാൽ മതി. ഒരു പ്രശ്നവുമില്ല. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് പൊങ്കാല ഇട്ടതിന് തുല്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, അയ്യോ പോകാൻ ബുദ്ധിമുട്ടാണ്, തിരക്കാണ്, സമയമില്ല, പല രീതിയിലുള്ള കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പൊങ്കാല ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞു തന്നത്. ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. ഈ നാളുകാരെ ഞാൻ എടുത്ത് ആദ്യം തന്നെ പറയാൻ കാരണം, ഒരുപാട് ദുരിതം പിടിച്ച സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അതൊക്കെ ഭഗവതി തീർത്തും മാറ്റി തരുന്നതാണ് കേട്ടോ. ആ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങുവാനുള്ള ഒരു അവസരമാണ് ഈ പൊങ്കാല വരുന്ന ദിവസം. അന്ന് ഈ അവസരം നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നാളുകാരാണ്. വിശാഖം നാളുകാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് നിർബന്ധമായും സ്ത്രീകളോട് പറയണം പൊങ്കാല ഇടാനായിട്ട്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭഗവതി അനുഗ്രഹിച്ചു നിൽക്കുകയാണ്. ആറ്റുകാലമ്മയുടെ കടാക്ഷം ഉള്ള ഒരു നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ. തൊട്ടതെല്ലാം പൊന്നാവുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ചോദിച്ചാൽ എന്തും ഭഗവതി തരുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ. മനസ്സറിഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പൊങ്കാല ഇടുക. പൊങ്കാല തിളച്ചു തൂവുന്നതോടുകൂടി എല്ലാ അനുഗ്രഹ വർഷവും ഭഗവതി ഈ ആയില്യം നക്ഷത്രക്കാർക്ക് നൽകുന്നതാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാർക്കും ഈ പറഞ്ഞതുപോലെയാണ്. ഒരുപാട് ദുരിതങ്ങൾ പെയ്തതിന്റെ കാലമാണ്. ദുരിതങ്ങൾ ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത്. ഭഗവതിയായിട്ട് വഴി കാണിച്ച് തന്നിരിക്കുന്ന ഒരു സമയമാണ്. അമ്മയായിട്ട് പറയുകയാണ്, ഉത്രട്ടാതി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഈ പൊങ്കാല ഇടുക തന്നെ വേണം. ഭഗവതിയെ നന്നായി പ്രാർത്ഥിച്ച് ഈ വർഷത്തെ പൊങ്കാല ഉത്രട്ടാതി നക്ഷത്രക്കാർ സമർപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വരുന്നതിന് ഒരു വഴികാട്ടിയായി മാറുന്നതാണ്. അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴക്കാർക്ക് വഴിത്തിരിവിന്റെ പൊങ്കാലയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ വഴിത്തിരിവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഉയർച്ചകൾ, മാറ്റങ്ങൾ, ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ്. ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തക്കാർക്കും നേരത്തെ പറഞ്ഞതുപോലെ ദുരിതങ്ങൾ ഒരുപാടുണ്ട്, മനപ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. ആ മനപ്രയാസങ്ങളൊക്കെ തീർത്തു തരുന്ന പൊങ്കാലയാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികക്കാരെ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊങ്കാലയിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ഇന്നുവരെ അവർക്ക് ലഭിക്കാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പോൾ കാർത്തികയാണ് ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. എട്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്.
ഭരണിക്കാരെ ഭഗവതി പ്രീതിയുള്ളവരാണ്. ആ ഭഗവതിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഭരണിക്കാരും വിട്ടുപോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി ഇടാൻ പറ്റിയില്ലെങ്കിൽ വീട്ടുമുറ്റത്ത് തന്നെ പൊങ്കാല സമർപ്പണം നടത്തിയാൽ മതിയാകും. ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കുന്നതുമായിരിക്കും. 9ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. കഷ്ടകാലത്തിന്റെ പുറത്ത് കിടന്ന് ജീവിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഇവർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭഗവതിക്ക് ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം നടത്തുക തന്നെ വേണം. നോക്കിക്കോളൂ, നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി സമാധാനം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ആഗതമാകാൻ പോകുന്നത്. ആറ്റുകാൽ ഭഗവതിയെ പൊങ്കാലയിട്ട് തൃപ്തിപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ എല്ലാ അനുഗ്രഹവും ലഭിക്കുന്നതായിരിക്കും. 10ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടക്കാരെ ഞാൻ ഇന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ടാവാം. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കി ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, പല കാര്യങ്ങളും ജീവിതത്തിന്റെ ഒരു തലത്തിലും രക്ഷപ്പെടാതെ നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ലഭിക്കാൻ പോകുന്ന ഒരവസരം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയോടുകൂടി വന്നു ഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പൂരാടം നക്ഷത്രക്കാർ ഈ ഒരു അവസരം കൈവിട്ട് കളയരുത്. അടുത്ത നക്ഷത്രം 11ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകംകാർക്കും ഭഗവതിയുടെ പ്രീതി ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. നിങ്ങൾ പൊങ്കാലയിട്ട് ഭഗവതിയുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അടക്കി പിടിച്ച് മകംകാർ ഉള്ളിൽ കൈവച്ചിട്ടുണ്ട്. അതൊക്കെ ഭഗവതിയോട് അങ്ങ് തുറന്നു പറയുക, അമ്മയോട് പ്രാർത്ഥിക്കുക. പൊങ്കാല തിളച്ചു തൂവുമ്പോൾ എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങി കാര്യങ്ങൾ മംഗളമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. വീട്ടിൽ മകം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. സ്ത്രീകൾ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുക. ആറ്റുകാലമ്മ ഒപ്പമുണ്ട്. സർവം മംഗളമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാല വർഷമാണ് 2026 എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നവും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് ഈ 2026 ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ആ ദുഃഖ ദുരിത പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ആറ്റുകാലമ്മയുടെ ഒരു കൃപ ഉണ്ടാവുകയും വേണം കേട്ടോ. ആറ്റുകാലമ്മ ഒപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാധയും അടുക്കുകയില്ല എന്നാണ്. ഒരു ദുഷ്ടശക്തിയും അടുക്കുകയില്ല. ഭഗവതി മുന്നിൽ നിന്ന് നയിക്കുകയും സർവം മംഗളമാവുകയും ചെയ്യും. അതുകൊണ്ട് ചിത്തിര നക്ഷത്രക്കാരും വിട്ടുപോകരുത്. തീർച്ചയായിട്ടും പൊങ്കാല സമർപ്പണം നടത്തുക തന്നെ വേണം. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ നിർണായകമായിട്ടുള്ളൊരു വർഷമാണ്. ആറ്റുകാലമ്മയുടെ ഒരു പ്രീതി നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ എല്ലാം ഗംഭീരമായി കിട്ടുകയും ചെയ്യും. രേവതിക്കാരുമായിട്ടുള്ള സ്ത്രീകൾ വിട്ടുപോകരുത്. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവം മംഗളമാകുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്കാർക്കും ഈ പറഞ്ഞ അതേ പ്രശ്നമാണ്. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകളാണ് രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടെയാണ്. അതിലൊക്കെ അമ്മയുടെ കൃപയുണ്ടാവാൻ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സർവം ഗംഭീരമാകും. അതുപോലെ തന്നെ അവസാനത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഭഗവതിയുടെ നക്ഷത്രമാണ്. ആറ്റുകാൽ പൊങ്കാല നക്ഷത്രമാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത്.
ഒരു കാരണവശാലും പൂരം നക്ഷത്രക്കാർ പൊങ്കാല മുടക്കരുത്. മറ്റൊരു നാളുകാരെയും പോലല്ല പൂരം നക്ഷത്രക്കാർക്ക്. ഇത് ഈശ്വര വിളിയാണ്, ഭഗവതിയുടെ വിളിയാണ്. അമ്മയുടെ അരുൾപ്പാടായി കണ്ട് പൂരം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിർബന്ധിച്ച് ഇനി എന്ത് തിരക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും പൊങ്കാലയിടുക. അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. മൊത്തം 27 നാളുകാർ ഉണ്ട്. അതിൽ ഏതാണ്ട് 15 നാളുകാരാണ് ഇത്തരത്തിൽ നിർബന്ധമായും ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ലാതെ പൊങ്കാല ഇടേണ്ടത്. അതിനർത്ഥം മറ്റു നാളുകാർ ഇടണ്ട എന്നല്ല. മറ്റു ആളുകാർ ഇട്ടാലും ഭഗവതി അത് സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ ഈ 15 നാളുകാർ നിർബന്ധമായും പൊങ്കാല ഇടുക. അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹവും ഐശ്വര്യവും ഈ പൊങ്കാല സമർപ്പണത്തോടു കൂടി വന്നു ചേരുന്നതാണ്.